ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഗോതമ്പ് ദോശയ്ക്ക് വേണ്ട ബാറ്ററാണ് ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നുള്ളത്. ഈ വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉള്ളി, തക്കാളി, പച്ചമുളകാണ്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് വേണം എടുക്കാൻ. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നും 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത ഉള്ളി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആദ്യം റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ദോശ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് 2 വശവും നന്നായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാം.
എപ്പോഴും ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും ഇതിങ്ങനെ തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഭിപ്രായവും കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.